ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചു വന്ന വിഷയം ശുദ്ധ ഹൃദയം എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിച്ചു, നാം ധ്യാനിച്ചു വന്ന ഭാഗം നമുക്കറിയാം. കർത്താവ് പറഞ്ഞു, ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത്. അത് ഒരു ശിശു ഹൃദയമുള്ളവരാണ് ഭാഗ്യവാന്മാർ. 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരു ശുദ്ധമായ ഹൃദയം ലഭിക്കുന്നത് ഭാഗ്യമാണ്. കാരണം അവർ ദൈവത്തെ കാണും. ദൈവവുമായിട്ട് ഭൂമിയിൽ തന്നെ അവർക്ക് ഒരു നിരന്തരമായ സംസർഗം കിട്ടും. ഒരു ശുദ്ധമായ ഹൃദയം അതില്ലെങ്കിൽ ദൈവമുഖം കാണാൻ പറ്റുകയില്ല. ഇനി നാം കടന്നുപോയി നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പോഴും നമുക്ക് ദൈവമുഖം കാണണമെങ്കിൽ ഇന്നൊരു ശുദ്ധ ഹൃദയം പ്രാപിച്ചേ പറ്റൂ. ശുദ്ധമായൊരു ഹൃദയം പ്രാപിച്ചേ പറ്റൂ. അപ്രകാരം ഒരു ഹൃദയത്തിൻ്റെ പ്രത്യേകതകളും നാം ചിന്തിച്ചു വന്നു. എന്താണ് അത്? ഒരു നന്ദിയുള്ള ഹൃദയം. ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്തു, എന്തു വൻ കാര്യങ്ങളാണ് എന്നിൽ യേശു നിർവഹിച്ചത് എന്ന് ഓർത്ത് കണ്ടുപിടിച്ച ദൈവത്തെ നാം സ്തുതിക്കുന്നു. ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ദൈവം എനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ. അങ്ങനെ നന്ദിയുള്ളൊരു ഹൃദയം. രണ്ടാമത്തെ, അതൊരു തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയമാണ്. ഒരു തകർന്ന ഹൃദയം, എ ബ്രോക്കൺ ഹാർട്ട്, എ കൺട്രൈറ്റ് സ്പിരിറ്റ്. അത് തകർന്നും നുറുങ്ങിയുമുള്ളൊരു ഹൃദയം. അതൊരു ശുദ്ധ ഹൃദയത്തിൻ്റെ ലക്ഷണമാണ്. 1-ാം സ്ഥാനം കൊടുക്കുന്ന നിത്യജീവനെ കാക്ഷിക്കുന്നതായൊരു ഹൃദയം. ആ ഹൃദയം എപ്പോഴും ക്രിസ്തുവിൽ ഏകാഗ്രമായ ഹൃദയമായിരിക്കും. നിത്യജീവനെ കാക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചിരിക്കണം. എ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ വേണം. എപ്പോഴും യേശു, യേശു, എൻ്റെ യേശു. ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതെൻ്റെ യേശു പ്രസാദിക്കുന്നതാണോ? എൻ്റെ യേശുവിന് ഞാൻ ഈ കാര്യം ചിന്തിക്കുന്നതോ പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതോ കർത്താവ് വേദനിക്കാൻ ഇടയാകുമോ? എപ്പോഴും പരിശോധിക്കുന്നു. ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മെ തന്നെ പരിശോധിക്കുന്നു. നമ്മുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നു, നമ്മുടെ കുറവുകൾ കണ്ടെത്തുന്നു, പാപങ്ങൾ കണ്ടെത്തുന്നു, ദൈവസന്നിധിയിൽ അനുദപിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ ഏകാഗ്രമായ ഒരു ഹൃദയം. ഈ ഒരു അനുഭവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്കാർക്കും നിത്യജീവൻ കിട്ടുകയും സ്വർഗരാജ്യം നമുക്ക് അപ്രാപ്യമായി പോവും. നമുക്കൊരു മാനസാന്തരം കിട്ടി, ശരി, വചനം കേട്ടു, ജീവിതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു, യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ചു, ശരി, ദൈവം ഇതെല്ലാം സൗജന്യമായിട്ട് നമുക്ക് സാധിപ്പിച്ചു തന്നു. പക്ഷേ പിന്നീട് ഈ ദൈവവുമായിട്ടുള്ള ഒരു ഏകാഗ്രമായൊരു ഹൃദയം നമുക്ക് വേണം. ക്രിസ്തുവിൽ ഏകാഗ്രതമായ ഹൃദയം, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഹൃദയം, ദൈവസ്നേഹം അനുഭവിക്കുന്ന ഹൃദയം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവർക്കാണ് നിത്യജീവനെ കാക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിത്യജീവൻ കിട്ടിയേ അടങ്ങൂ എന്നുള്ളതായ ആ നിർബന്ധത്തോടെ ഈ ഭൂമിയിൽ മറ്റെന്തെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് സ്വർഗരാജ്യത്തിലെത്തണം, യേശുവിനെ കാണണം, യേശുവിൻ്റെ പൊന്നുമുഖം കാണണം, യേശുവിൻ്റെ വിശുദ്ധന്മാരോടൊത്ത് നിത്യതയിലേക്ക് ജീവിക്കണം. ഇതെല്ലാം ഒരു സത്യമായി യാഥാർത്ഥ്യങ്ങളായി നാം അനുഭവിക്കുകയാണ്. അത് നമുക്ക് സാധ്യമാക്കി തരുന്നത്, ഈ ബന്ധം സാധ്യമാക്കി തരുന്നത്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നമുക്ക് സാധ്യമാക്കി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം വേണം നമുക്ക്. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ലക്ഷ്യം നമുക്ക് കൈവന്നാൽ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു പോരാട്ടം തുടങ്ങുകയാണ്. ക്രിസ്തീയ ജീവിതത്തിലൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം തുടങ്ങുന്നത് എന്താണ് നമ്മളെ പോരാടാൻ കാരണം? എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ പറ്റൂ. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അങ്ങനെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച് നഷ്ടപ്പെട്ട് നിത്യനരകത്തിലേക്ക് പോകാനുള്ളവനല്ല. കർത്താവായ യേശുവിൻ്റെ വിലയേറിയ രക്തം തന്ന് എന്നെ വീണ്ടെടുത്തത് വിലയേറിയ സ്വർഗം നേടാനാണ്.
അതിന് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു കോസ്റ്റ് കൊടുക്കണം. രക്ഷ സൗജന്യമാണ്, ശരി, സൗജന്യമാണ്. ദൈവം സൗജന്യമായി നമ്മൾ ഒന്നും ചെയ്യാതെ തന്നതാണ്. പക്ഷേ മുന്നോട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനുള്ള ദാഹം നമുക്ക് വേണം. ആ ദാഹം നാം സാധ്യമാക്കി തരണമെങ്കിൽ, ആ ദാഹം നേരിടണമെങ്കിൽ ജീവിതത്തിൽ പോരാട്ടം ഉണ്ടാകും, ഒരു സ്ട്രഗിൾ. പുറപ്പാട് 16:2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കിലിരിക്കുകയും തൃപ്തിയാകുമണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രൈം ദേശത്ത് വെച്ച് യഹോവയുടെ കൈയാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അപ്പം വർഷിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിൻ്റെ ഇരട്ടി കാണും എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട ജനമാണ്. മിസ്രൈമിൽ ഫറവോന് അടിമപ്പണി ചെയ്ത് ജീവിച്ചു വന്നതായ ഇസ്രായേൽ ജനം, അവർ ദേവദാസനായ മോശയുടെ നേതൃത്വത്തിൽ ആ ദേശത്ത് നിന്ന് യഹോവയായ ദൈവം അവരെ വിടുവിച്ച് കൊണ്ടുവരികയാണ്, അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ അവർ ജയകരമായിട്ട് ശത്രു തൊടാതെ, ശത്രുവിൻ്റെ ആക്രമണങ്ങളെ ഏൽക്കാതെ ചെങ്കടൽ കടന്നിട്ട് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. മരുഭൂമിയിൽ അവർ പ്രയാണം തുടരുകയാണ്. അങ്ങനെ മരുഭൂമിയിൽ പ്രയാണം നടക്കുന്ന സമയത്ത് മരുഭൂമിയിൽ കൂടെ, ആ ഊഷരമായ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തുണ്ടായി? ഓരോരോ കാര്യം പറഞ്ഞ് ഈ ജനം, പുറപ്പെട്ടു വന്ന ജനം, അടിമപ്പാടിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനം പിറുപിറുക്കുകയാണ്, ദൈവദാസനെതിരായി പിറുപിറുക്കുകയാണ്. എന്താണ് കാരണം? അവരുടെ മനസ്സും അവരുടെ ഹൃദയവും പഴയ അടിമപ്പാടിൽ കിടന്ന ആ ദേശത്തേക്ക് പോയി. അവരിപ്പോൾ ചിന്തിക്കുന്നത്, മിസ്രൈമിൽ ഞങ്ങൾക്ക് വളരെ സുഭിക്ഷമായിരുന്നു, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുത്താണ് ഇരുന്നത്, എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇറച്ചിക്കലങ്ങളുടെ അടുത്തിരുന്ന് ഇറച്ചി, സ്വാദിഷ്ടമായ വിശിഷ്ട ഭോജനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഞങ്ങൾ അടിമപ്പണി ചെയ്താലെന്താ, ഇഷ്ടികക്കളങ്ങളിൽ പണിതാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കിട്ടണം, ഇതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്ന ഞങ്ങളെ എന്തിനാണ് ഈ മോശ അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നത്? പ്രിയപ്പെട്ടവരെ, ജഡത്തിൻ്റെ ആ തൃഷ്ണകളും ജഡത്തിൻ്റെ ചോദനകളും മുന്നോട്ട് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നടത്തിക്കൊണ്ടുവന്ന ദൈവദാസനെ പോലും തള്ളിപ്പറയാൻ വിഷമമില്ല, പിറുപിറുക്കാൻ വിഷമമില്ല. എന്താണ് പിറുപിറുപ്പിൻ്റെ കാരണം? അവരുടെ ജീവിതത്തിൽ പാപം മാറിയിട്ടില്ല. അവരുടെ ജഡം ഇപ്പോഴും പഴയ ആ ജീവിതമാണ് കാക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അവർക്ക് ആ വാഗ്ദത്ത ദേശമോ കനാൻ ദേശമോ ഒന്നൊരു വിഷയമല്ല, സ്വർഗം ഒരു വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് സുഭിക്ഷമായിട്ട് ശരീരത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെയും പിന്നാലെ പോകണം, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണം, ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരുന്ന ആ കാലം, അതാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ അടിമപ്പാടിൽ കിടന്ന് ജോലി ചെയ്യുന്നതൊന്നും വിഷയമല്ല. അവരുടെ ജീവിതത്തിൽ ആ പിറുപിറുപ്പിനിടയായി ദൈവദാസനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ അവർക്ക് അവസരമായി. ദൈവത്തിന് സ്തോത്രം. മോശ പറഞ്ഞു, ഈ ദൈവമല്ലേ നിങ്ങൾ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്? ദൈവം, നിങ്ങൾ വെള്ളമില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവം നിങ്ങൾക്ക് മരുഭൂമിയിൽ നീർപ്പോയ്ക തുറന്നു തന്നില്ലേ? ഇനി നിങ്ങളുടെ ഭക്ഷണത്തിനും അവൻ നോക്കും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവ് തരും നിങ്ങൾക്ക്. കാരണം കർത്താവാണ് നിങ്ങളെ നടത്തുന്നത്. നിങ്ങളെ ശോഭന തീരത്തേക്ക്, കനാൻ ദേശത്തേക്ക്, വാഗ്ദത്ത കനാനിലേക്ക് നിങ്ങളെ നടത്തുന്നത് ദൈവമാണ്. ആ ദൈവം നിങ്ങളെ വിശപ്പ് മാറ്റാനുള്ള പദ്ധതികൾ ദൈവത്തിലുണ്ട്. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ദൈവം സമൃദ്ധിയായിട്ട് ഇറച്ചി തരും, കാടപ്പക്ഷികളെ വർഷിപ്പിച്ച് തരും,
പോരാ, നിങ്ങൾക്ക് മന്ന വർഷിപ്പിച്ച് തരും. സ്വർഗീയ ഭോജനം മന്ന നിങ്ങൾക്ക് ദിവസവും തരും. നിങ്ങൾക്ക് മന്നായും കാടപ്പക്ഷിയും തന്ന് നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ സുഭിക്ഷമായിട്ട് കഴിക്കുവാൻ ഭാഗത്ത് തരാം. ദൈവത്തിന് സ്തോത്രം. 5 ദിവസവും പറക്കുന്നതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് 6-ാം ദിവസം തരും. കാരണം 7-ാം ദിവസം ശാബതാണ്. 7-ാം ദിവസം ശാബതാണ്. അന്ന് പെറുക്കാൻ പാടില്ല. അതുകൊണ്ട് 7-ാം ദിവസത്തേക്ക് ഉള്ളതും കൂടെ ദൈവം കരുതും. നിങ്ങൾക്ക് നിത്യതയിൽ എത്തുവോളം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. അത് നിങ്ങൾ കാണാൻ പോവുകയാണ്. മോശ അവരെ ധൈര്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ലോക ജീവിതത്തിലെ പോരാട്ടം എന്ന് പറയുന്നത്. അനേകർ ഈ പോരാട്ടം എന്ന് പറയുന്നത് ഇന്നും ലോകമയത്വം കിടക്കുന്നു, ജഡത്തിൻ്റെ ആകർഷണം കിടക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ഈ ആത്മീയ ജീവിതത്തിലെ പോരാട്ടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജഡീക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ളതായ ഭാവങ്ങൾ, വ്യത്യസ്ത ഭാവങ്ങളാണത്. ഒന്ന് കാർണൽ മാൻ, ജഡീക മനുഷ്യൻ. 2 സ്പിരിച്വൽ മാൻ, ആത്മീയ മനുഷ്യൻ. ഈ മാനസാന്തരം കിട്ടി, പക്ഷേ അതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് നാച്ചുറൽ മാൻ ആയിരുന്നു, ഒരു പ്രാകൃത മനുഷ്യനായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വിടുതൽ കിട്ടി. ആ പഴയ ആ പ്രകടമായ പാപങ്ങളെല്ലാം തെറിച്ചുപോയി. മദ്യപാനമോ കൊലപാതകമോ വ്യഭിചാരമോ അങ്ങനെയുള്ള എല്ലാം അങ്ങോട്ട്, മോഷണമോ എല്ലാം തെറിച്ചുപോയി. അപ്പോൾ നാച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യൻ്റെ സ്വഭാവം ത്യജിക്കാനിടയായി. പക്ഷേ അത് അങ്ങനെ മാനസാന്തരം കിട്ടി, നല്ലത്. പക്ഷേ മുന്നോട്ട് പോകും തോറും ആ നമ്മൾ വ്യക്തമായ ലക്ഷ്യം കണ്ടുകൊണ്ട് ആ വാഗ്ദത്ത ദേശത്തേക്ക്, സ്വർഗത്തിലേക്ക്, സ്വർഗം നമ്മുടെ ലക്ഷ്യമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പിന്നീടാണ് ഈ ജഡീക മനുഷ്യൻ മുന്നോട്ട് വരുന്നത്. എന്താണ് ജഡം, ദ കാർണൽ മാൻ, ജഡീക ചിന്ത. എന്താണത് പ്രിയപ്പെട്ടവരെ? അത് നമ്മൾ മറഞ്ഞു കിടക്കുന്നതായ, രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നതായ പാപ സ്വഭാവങ്ങളാണ് ജഡമെന്ന് പറയുന്നത്. ഒരു പച്ച മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. കൃപയാൽ ദൈവത്തിൻ്റെ കൃപ, ആത്മാവ് നമ്മളെ പൊതിഞ്ഞങ്ങ് നിന്നു. മാനസാന്തരം വന്നു. കർത്താവിന് തിരുരക്തം കൊണ്ട് കഴുകി. ആ തിരുരക്തം നമുക്ക് മറയാക്കി ഒരു വലയം തീർത്ത് കർത്താവ് തന്നു. അതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ലക്ഷ്യം വ്യക്തമായ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി മുന്നോട്ട് യേശുക്രിസ്തു പോയ വഴിയെ പോകാൻ തീരുമാനമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം വഴിയിൽ പട്ടുപോകും. ആ പോരാട്ടത്തിൽ നമ്മൾ തോറ്റുപോകും. അവിടെ ജഡത്തിൻ്റെ ചിന്ത വേണ്ട. ദൈവം എന്നെ നടത്തും, എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചിറക്കിയതെങ്കിൽ അവൻ മതിയായവനാണ്. ഞാൻ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി കൈകാലിട്ടടിക്കേണ്ട കാര്യമില്ല. എൻ്റെ മക്കളുടെ കാര്യമോ അത് നോക്കാൻ എൻ്റെ ദൈവത്തിനറിയാം. മക്കളെ തന്നത് ദൈവമാണെങ്കിൽ അവരുടെ കാര്യമൊന്നും എൻ്റെ കർത്താവ് നോക്കും. വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടോ? ഈ ലോകത്തിൽ നമുക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, നമുക്ക് ആവശ്യത്തിന് പണം വേണം, എല്ലാം ദൈവത്തിനറിയാം. പ്രിയപ്പെട്ടവർ, അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ട് എന്ത് മാർഗത്തിൽ ഇതെല്ലാം സമ്പാദിക്കണമെന്നുള്ള ചിന്ത വരുന്നത് ലോകമയത്വമാണ്. അതൊരു കാർണൽ മാനാണ്. അത് ദൈവം സഹിക്കുന്ന കാര്യമല്ല. മോനെ, നിനക്കൊരു മാനസാന്തരം തന്ന് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നിന്നെ കർത്താവ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതെല്ലാം നിൻ്റെ മനസ്സിൽ കയറി നിൻ്റെ മനസ്സിനെ മതിക്കുന്നതും നിൻ്റെ സ്വഭാവത്തിൽ അതെല്ലാം പ്രതിഫലിക്കുന്നതും ദൈവം വേദനിക്കുന്ന പാവങ്ങളാണ്. ജഡീക മനുഷ്യൻ്റെ സ്വഭാവമാണത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ ജഡീക മനുഷ്യൻ നിൻ്റെ മുമ്പിൽ വന്നാൽ പിന്നെ പിറുപിറുപ്പുകളാകും, വഴക്കുകൾ വരും, പിന്നെ പല പല പ്രശ്നങ്ങളാകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പോരാട്ടം എന്ന് ഉണ്ട്. ആത്മീയ ജീവിതത്തിൽ പോരാട്ടം ഉണ്ട് എന്ന് നാം ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. എഫ് എസ് എ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. എന്താണ് ഈ ആഭ്യന്തരമായ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലുള്ള ആ പോരാട്ടം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പൗലോസ്ലീഹ വ്യക്തമായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എഫ് എസ് എ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഈ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വന്തം അധ്വാനം കൊണ്ടൊന്നും നടക്കുകയില്ല. നിങ്ങൾക്കൊരു ലക്ഷ്യം കൈവന്നു. ആ ലക്ഷ്യത്തിലേക്ക് എന്ത് വില കൊടുത്തു എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ, കർത്താവിൻ്റെ കരം പിടിച്ചെന്നെ നടത്തുന്നത് പോലെ നടക്കും. ഏത് കാര്യത്തിനും കർത്താവേ ഞാനിത് ചെയ്യണമോ, ദൈവമേ നീ എനിക്ക് ഈ കാര്യം ഞാൻ അതിലിറങ്ങി പുറപ്പെടണമോ, ആലോചന ചോദിച്ചേ മുന്നോട്ട് പോവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. പിന്നെ പരീക്ഷയിൽ കോപ്പി അടിക്കാൻ തോന്നില്ല. കാരണം
എത്രയോ ദൈവമക്കളാണ് അങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ച് സത്യസന്ധമായി പരീക്ഷയിൽ ജയം നേടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു നടത്തുന്ന വഴിയെ വിശ്വസിച്ച ദൈവമക്കൾ അനേകർ രക്ഷപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം അവരെ കർത്താവാണ് അവരെ കരം പിടിച്ച് നടത്തുന്ന അവർക്ക് നല്ല ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ശക്തി എന്ന് പറയുന്നത് എന്നിലല്ല, എൻ്റെ കയ്യിലല്ല, എൻ്റെ കഴിവല്ല. എൻ്റെ ദൈവം എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. എൻ്റെ ദൈവമേ, അവൻ സർവശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. നിന്നെ തോൽപ്പിക്കാൻ പിശാചിന് ശക്തിയുണ്ടെങ്കിൽ, പക്ഷേ പരിശുദ്ധനായ ദൈവം അവൻ സർവശക്തനാണെന്ന് ഓർത്തുകൊള്ളണം. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പോസ്തലൻ പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നിനക്ക് ഈ പിശാചിനോട് എതിർക്കാൻ യുദ്ധം ചെയ്യണമെങ്കിൽ, ആത്മാവിൻ്റെ യുദ്ധം ചെയ്യണമെങ്കിൽ നിൻ്റെ കയ്യിൽ ആയുധം വേണം. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. എന്തൊക്കെയാണ് ദൈവം തരുന്നതായ ആയുധങ്ങൾ? ദൈവം പോരാട്ടത്തിൽ ജയിക്കാൻ വേണ്ടി തരുന്നതായ സർവായുധ വർഗം എന്തൊക്കെയാണ്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ശക്തികളോടോ വ്യക്തികളോടോ ഒന്നുമല്ല നമുക്ക് പോരാട്ടമുള്ളത്. ജഡവും രക്തവും ഉള്ളതായ ഏതെങ്കിലും മനുഷ്യനോടല്ല. പിന്നെ ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും. വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, വാഴ്ചകൾ, അധികാരം, ഇതൊക്കെ എന്താണ്? പിശാചിൻ്റെ രാജ്യം, പിശാചിൻ്റെ ആധിപത്യം, പിശാചിൻ്റെ ഭരണം, ദ പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് ഓഫ് സൈറ്റൻ. ദൈവത്തിന് സ്തോത്രം. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും പിശാചി ലോകത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇതൊരു പൈശാചികമായ സ്വഭാവമുള്ള ഒരു ലോകമാണ്. ഈ ലോകത്തിൽ നമുക്ക് ജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പിശാചിനോട് യുദ്ധം ചെയ്യേണ്ടി വരും. ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളായി പിശാച് ഇവിടെ വിലസുകയാണ്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് വചനമുണ്ട്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ജീവിക്കുമ്പോൾ കറപറ്റാതെ ജീവിക്കണമെങ്കിൽ, പാപത്തിന് അടിമപ്പെടാതെ ജീവിക്കണമെങ്കിൽ, കർത്താവിൻ്റെ ഇഷ്ടം പോലെ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിൽ കൂടെ സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന് സ്തോത്രം. ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും പോരാട്ടമുണ്ട്, യുദ്ധം ചെയ്യേണ്ടി വരും. പിന്നെ അടുത്ത വാക്യം, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും. നിങ്ങൾ എന്ത് ചെയ്യണം? ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. ഈ പിശാചിനോട് എതിർക്കണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗം നിങ്ങൾ കയ്യിലെടുക്കണം. ദൈവം തരുന്നതായ സർവായുധ വർഗം അതെന്തൊക്കെയാണ്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. ഒന്ന്, സത്യം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സത്യത്തിന് വേണ്ടി, ട്രൂത്തിന് വേണ്ടി എപ്പോഴും നിങ്ങൾ നിലകൊള്ളുക. ഒരു സത്യമേ ഉള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തു നിരക്കാത്തതെന്നും പ്രിയപ്പെട്ടവരെ സത്യമല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ സത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അരക്കെട്ടായിരിക്കണം. അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. എല്ലാറ്റിലും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെയാണ്? ഒന്ന്, സത്യം അരയ്ക്ക് കെട്ടണം, സത്യം. രണ്ടാമത് പിന്നെ നീതി എന്ന കവചം, നീതി, ജസ്റ്റിഫിക്കേഷൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള ആ നീതീകരണം. ദൈവത്തിന് സ്തോത്രം. സർവ്വപാപവും പോക്കി ശുദ്ധീകരിക്കുന്ന തങ്കച്ചോരയിൽ മറന്നു നിൽക്കുന്നെന്ന ഉറപ്പ്. അതാണ് ആയുധം എന്ന് പറയുന്നത്. ദൈവം തരുന്ന ആയുധമാണ് രക്ഷ. ദൈവത്തിന് സ്തോത്രം. നീതി, കർത്താവിൻ്റെ രക്തം എൻ്റെ സകലപാപം മോചിച്ചു എന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിശാചിനോട് എതിർക്കണമെങ്കിൽ എൻ്റെ യേശു തിരുരക്തത്താൽ എന്നെ വീണ്ടെടുത്തു, ഞാൻ ദൈവവൈതലാണ്, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവവൈതലാണെന്ന് ഉറപ്പ് വേണം പ്രിയപ്പെട്ടവർ. എന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളൂ. നീതി എന്ന കവചം അത് ഒരു ഷീൽഡാണ്, നമുക്ക് ഒരു ഷീൽഡാണ്, ഒരു കവചമാണ്. പിന്നെ നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. ഇതാണ് കാലിൻ്റെ ചെരുപ്പ്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, സുവിശേഷം, കർത്താവിനെ അനേകർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതായ സമർപ്പണം, തീരുമാനം. ദൈവം ഇതെല്ലാം നമുക്ക് ജയം തരുന്നതാണ്.
ദൈവം ഈ ഒരു ദൈവവേലയ്ക്ക് ഒരു ദൈവവേല ഇറങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് മനസ്സ് വന്നെങ്കിൽ, ഒരാളോട് യേശുവിനെക്കുറിച്ച് പറയണമെങ്കിൽ, കർത്താവിൻ്റെ വേല ചെയ്യണമെങ്കിൽ, കർത്താവിൻ്റെ സത്യസുവിശേഷം മറ്റനേകരെ അറിയിക്കണമെന്നുള്ള അന്തർദാഹം നിങ്ങൾക്ക് വരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്ക് ജയിക്കാനുള്ളൊരു വഴിയാണ്. കാരണം ദൈവവേല ചെയ്യണമെങ്കിൽ ജയാളിയാകണം. പിശാചിനോട് തോറ്റു നിൽക്കുന്നവൻ, പാപത്തിന് അടിമപ്പെട്ട് നിൽക്കുന്നവൻ, ലോകത്തിന് അടിമയായി നിൽക്കുന്നവൻ, പ്രിയപ്പെട്ടവരെ, ജഡത്തിൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റാത്തവന് വേല ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. എത്ര ഉന്നതനാണെങ്കിലും സാധ്യമല്ല. കർത്താവിന് ഹിതകരമായ വണ്ണം കർത്താവിൻ്റെ ഉള്ളം പ്രസാദിപ്പിക്കുന്ന ഒരു വേലക്കാരനാകണമോ, കർത്താവിന് ശുശ്രൂഷ ചെയ്യണമോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള സമർപ്പണവും ഒരുക്കവും വിശുദ്ധിയും ഞങ്ങൾക്ക് വേണം. ദൈവവേല ചെയ്യണമെങ്കിൽ സ്നേഹം വേണം, യേശുവിനോട് സ്നേഹം വേണം. ആ സ്നേഹമാണ് സമ്പത്ത്. പിന്നെ വിശുദ്ധി വേണം. സകല പാപങ്ങളും യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു എന്ന ഉറപ്പ് വേണം. ആ വിശുദ്ധിയും സ്നേഹവും നിറഞ്ഞു വരുമ്പോഴാണ്, അതിനാണ് നാം പറയുന്നത് എന്താണ്? ആത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ നിറവാണ്, അത് വിശുദ്ധിയുടെ നിറവാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരു പാവവും വരികയില്ലെന്ന ഉറപ്പും നിർണയവും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അതാണ് വേല ചെയ്യാനുള്ള യോഗ്യത. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞകാല പാപങ്ങളോ എല്ലാം എൻ്റെ യേശു എനിക്ക് കഴുകി തന്നു. എൻ്റെ ദൈവമേ, അത്ഭുതകരമായ തിരുരക്തം എന്നെ കഴുകി. ആ തിരുരക്തം എന്നെ വലയം ചെയ്തിട്ടുണ്ട്. ഇനി മനസ്സൊരു പാപത്തിലേക്കില്ല, ഈ ലോകത്തിൻ്റെ വഴിയിലേക്കില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, കുറ്റം പറഞ്ഞാലും, എന്നെ ഒറ്റപ്പെടുത്തിയാലും, എനിക്ക് ഒരേ ഒരു സാധനം തന്നില്ലെങ്കിലും വേണ്ടില്ല. ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ യേശുവിനെ വേദനിപ്പിക്കാൻ പദ്ധതിയില്ല. ഞാൻ വിശുദ്ധിയോടെ മുന്നോട്ട് പോകും. എനിക്ക് സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം, എനിക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ച എൻ്റെ നാഥനോടുള്ള സ്നേഹമാണ് എന്നെ ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്ക് വേല ചെയ്യാം, കർത്താവിന് ശുശ്രൂഷ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. അടുത്തത് വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവത്തോടുള്ള ആ ട്രൂത്ത്ഫുൾനെസ്, ദൈവത്തിന് സ്തോത്രം. വിശ്വാസം എന്ന പരിച എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം. ട്രസ്റ്റ് ഇൻ ഗോഡ്. ട്രസ്റ്റ്, അതൊരു വിശ്വാസം, വെറും ബിലീഫല്ല പ്രിയപ്പെട്ട, ട്രസ്റ്റാണ്. ആശ്രയിച്ചു, കർത്താവിനെ ആശ്രയിച്ച് വിശ്വസിക്കുന്നു. കർത്താവിലാണ് എൻ്റെ ആശ്രയം, അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ദൈവത്തിലാണ് എൻ്റെ ആശ്രയം, ഞാൻ കുലുങ്ങുകയില്ല. എന്തു വന്നാലും കുലുങ്ങുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസത്തിൻ്റെ ആ പരിച, വിശ്വാസം എന്ന പരിച, ദൈവത്തിന് പരിച ഇങ്ങോട്ട് വരുമ്പോൾ തടുക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. രൂഢമൂലമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ തടയാൻ, പിശാച് ആക്രമിക്കാൻ വരും, പക്ഷെ നമുക്ക് തടയാം. ഒരു രോഗം കൊണ്ട് പിശാച് കൊണ്ടുവന്നു. യേശുവിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം ഇതിലേ നിനക്ക് ജയാളിയാകാം, നീ തളർന്നു പോവുകയില്ല. ദൈവത്തിന് വസ്ത്രം. കഷ്ടപ്പാടുകൾ വരും, പക്ഷേ വിശ്വാസം, എൻ്റെ യേശു എന്നെ പിടിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ കരം എന്നെ പിടിച്ചിട്ടുണ്ട്. ആ ഉറപ്പ്, അതാണ് വിശ്വാസം. ഞാൻ യേശു പോയ വഴിയാണ് പോകുന്നത്, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ വിശ്വാസം എന്ന പരിച നമുക്ക് അവിടെയെല്ലാം ജയാളിയായി നിൽക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ വാള്, പിന്നെ ഒരു വാളുണ്ട്. ആ സർവായുധ വർഗത്തിലൊരു വാളുണ്ട്. ആ വാളെന്താണ്? ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം കയ്യിലുണ്ടെങ്കിൽ വാൾ അങ്ങോട്ട് വെട്ടാം, വാള് തിരിച്ചു വെട്ടാനുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് വെട്ടാനുള്ളതാണ്. അത് പ്രിയപ്പെട്ടവരെ, ശത്രുവിനെ നേരെ ആക്രമിക്കാനുള്ളതാണ്, ശത്രുവിനെ തോൽപ്പിക്കാനുള്ളതാണ് ഈ വാളെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മളെ തടുക്കുന്നതാണ്, പരിച നമ്മളെ തടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ വാള്, ആത്മാവിൻ്റെ വാള്, ശത്രുവിനെ വെട്ടുവാൻ വചനമെന്ന വാളെപ്പോഴും കയ്യിൽ വേണം. ദൈവത്തിന് സ്തോത്രം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രിയപ്പെട്ടവർ, നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? ദൈവം തരുന്ന സർവായുധവർഗം ധരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ ഈ സർവായുധവർഗം ധരിച്ചുകൊണ്ട് പിശാചിനോടുള്ള യുദ്ധത്തിൽ ജയാളികളാകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ആ ക്രൂശൻ ചൂട്ടിലേക്ക് വന്ന് ശത്രുവിൻ്റെ തല തകർത്തവനായ യേശുവിൻ്റെ ആ രക്ഷാകരമായ ക്രൂശൻ ചൂട്ടിലേക്ക് വന്ന് വിശ്വാസത്തോടെ ആ പൊന്നുവാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് യേശുവിനോട് വാക്ക് പറയാം. യേശുവേ, എന്നെ ജയാളിയാക്കാനല്ലേ ക്രൂശിൽ എൻ്റെ കർത്താവേ ഒരു പരാജിതനെ പോലെ നീ തല ചായ്ച്ച്
കിടന്നത്. യേശുവേ, ഞാനിതാ എനിക്ക് വേണ്ടി ക്രൂശിൽ വെച്ച രക്ഷക എന്നെ ഇതാ നിനക്ക് തരുന്നു. ഞാൻ ആ തൃപ്പാദത്തിൽ അടിയറ പറയുകയാണ് കർത്താവേ. ഇന്ന് നാളിതുവരെ വന്നതായ എൻ്റെ പരാജയങ്ങളും എൻ്റെ പാപങ്ങളും അവിടെ ഞാൻ അർപ്പിക്കുകയാണ്. ആ തൃപ്പാദം ഞാൻ ചുംബിക്കട്ടെ കർത്താവേ. ആ ക്രൂശിൽ നിന്ന് വരുന്നതായ ആ ചങ്ക് പൊട്ടി ഒഴുകി വരുന്നതായ തിരുരക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. എൻ്റെ മേൽ ആ തിരുരക്തം വീഴിക്കണമേ. എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആ തിരുരക്തം എന്നെ വലയം ചെയ്യണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് ഊതണമേ. യേശുവേ, എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും കർത്താവേ. നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഈ നിമിഷം മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. മനസ്സൊരു പാവം വരാതെ യേശുവേ, നിന്നെ എൻ്റെ ചങ്കിൽ പേറിക്കൊണ്ട് ഞാൻ നിൻ്റെ സാക്ഷിയായി ഇതിന് വേല ചെയ്ത് ദൈവമേ ഞാൻ ജീവിക്കും കർത്താവേ. നിത്യജീവന് വേണ്ടി ഇന്ന് ഒരുക്കണമേ. സ്വർഗരാജ്യത്തിന് വേണ്ടി ഇന്ന് കഴുകണമേ, ഇന്ന് ഒരുക്കണമേ. ആത്മാവിൽ നിറച്ച് തരണമേ. പറക്കാനുള്ള നിറക് തരണമേ കർത്താവേ. സകല കൃപകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.